എല്ലാവർക്കും VMS ടാക്കീസിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇപ്പം കുറേ പുതിയ പുതിയ യൂണിവേഴ്സലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിക്കൊണ്ടിരുന്ന 2-3 യൂണിവേഴ്സലുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഈ യൂണിവേഴ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം വേറെ ഒരു ലോകമാണ്. നമ്മുടെ ഈ ലോകമൊന്നുമല്ല. ഇവരുടെ ടീം വേറെയാണ്, ഇവരുടെ ആശയങ്ങൾ വേറെയാണ്, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ രീതി വേറെയാണ്. അപ്പം ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന യൂണിവേഴ്സൽ ആറാട്ടണ്ണൻ യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സിൻ്റെ പ്രത്യേകത ഇവർ എന്താണ് പറയുന്നതെന്നോ ഇവരെന്താണ് ചെയ്യുന്നതെന്നോ ഇവർക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയാണ് ഇവർക്കൊക്കെ. അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സാണ് ഈ ആറാട്ടണ്ണൻ്റെ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന് സ്റ്റാർട്ട് ചെയ്തത് ആറാട്ടണ്ണൻ തന്നെയാണ്. നമുക്കറിയാം ആറാട്ടണ്ണൻ ആരാണെന്നൊക്കെ. ഈ യൂണിവേഴ്സിൽ ആറാട്ടണ്ണന് ശേഷം വന്ന അലൻ ജോസ് പെരേര, പിന്നെ കിം, അതുപോലെ തന്നെ കുറേ ടൈഗർ അണ്ണൻ, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ, വിഷ്ണു കൊച്ചിക്കാരൻ, ഇങ്ങനെ ഒരു പാത പിന്തുടർന്ന് വരുന്ന അവരുടെ ഒരു യൂണിവേഴ്സാണ്. അവരുടെ ഏതോ ഒരു ലോകത്ത് അവർക്ക് ഈ ഒന്നുമല്ല, കളിയാക്കലൊന്നും അവരെ ബാധിക്കുന്നത് പോലുമില്ല. എത്ര കമൻറ്റിൽ തെറി വിളിച്ചാലും അവർക്ക് ഒന്നും ഇതൊന്നും ഏൽക്കുകയില്ല. അവരുടേതായ യൂണിവേഴ്സിൽ സന്തോഷിച്ച് സമാധാനത്തോടെ അങ്ങ് ഒരു ടെൻഷനോ ഒന്നും ഇല്ലാതെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ യൂണിവേഴ്സിൽ അവരുടേതായ യൂണിവേഴ്സിൽ പുതിയ ആൾക്കാർ വരുന്നു, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പം വേറെ ഒരു യൂണിവേഴ്സിൽ വന്നിട്ടുണ്ട്. ഏത് യൂണിവേഴ്സിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാം. ഈ യൂണിവേഴ്സിൻ്റെ പ്രത്യേകത, ഈ യൂണിവേഴ്സിലുള്ളവരൊക്കെ ദൈവവുമായി കണക്ട് ചെയ്ത ആൾക്കാരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടേതായ ഒരു സാങ്കല്പിക ദേവലോകം സൃഷ്ടിച്ച് അവിടുത്തെ ദേവനും ദേവിയും എല്ലാം ഇവർ തന്നെയാണ്. പക്ഷേ നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവങ്ങളും അല്ലെങ്കിൽ ദൈവന്മാരുമെല്ലാം സംസാരിക്കുന്നതൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയൊക്കെയാണ്. പക്ഷേ ഇവരുടെ സംസാരമൊക്കെ വളരെ വേറെ ലെവലാണ്. അതായത് അവരുടെ യൂണിവേഴ്സൽ അങ്ങനത്തെ ഒരു യൂണിവേഴ്സലാണ്. ഇപ്പം ഈ യൂണിവേഴ്സിലുള്ള 2-3 ആളാണ് വന്ന് നാഗച്ചേച്ചി, ഇപ്പം എന്താ ബാബ എന്നും പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പം അവതാരങ്ങൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അവതാരങ്ങൾ വന്ന് ഇതിപ്പോൾ 2ാമത്തെ യൂണിവേഴ്സാണ്. അതായത് 1ാമത് ആറാട്ടണ്ണൻ യൂണിവേഴ്സ്, 2ാമത്തേത് ഇവരുടെ യൂണിവേഴ്സ്. അങ്ങനെ യൂണിവേഴ്സ് കൊണ്ട് നമ്മുടെ കേരളം നിറഞ്ഞു നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്കും ഇതുപോലെയൊക്കെ ആയാൽ കൊള്ളാമെന്നുണ്ടല്ലോ എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?